നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രകളിൽ എക്കാലത്തും ഏറ്റവും കൂടുതൽ ആകാംക്ഷയും സംശയങ്ങളും ജനിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഭൂമിക്ക് പുറത്ത് ബുദ്ധിയുള്ള മറ്റൊരു ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന തിരച്ചിൽ. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വെറും സയൻസ് ഫിക്ഷൻ കഥകളോ സിനിമകളോ മാത്രമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് അത് ജ്യോതിശാസ്ത്രജ്ഞർ അതീവ ഗൗരവത്തോടെ മാത്രം കാണുന്ന ഒരു ഗവേഷണ മേഖലയായി മാറിയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിജീവി സമൂഹം നിലനിൽക്കുന്നുണ്ടാകാം എന്ന സാധ്യതയെ തള്ളിക്കളയുവാൻ ശാസ്ത്രലോകത്തിന് ഇന്ന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഭൂമിക്ക് പുറത്തു നിന്നും ഒരുപക്ഷെ അന്യഗ്രഹ ജീവൻ്റേതെന്ന് സംശയിക്കാവുന്ന റേഡിയോ തരംഗങ്ങളോ സന്ദേശങ്ങളോ ഭാവിയിൽ എപ്പോഴെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ലോകത്തോട് വിളിച്ചു പറയാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു മാർഗരേഖ പുറത്തിറക്കിയിരിക്കുകയാണ് പ്രമുഖ ശാസ്ത്രജ്ഞരുടെ ഒരു കൂട്ടായ്മ. അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള തരംഗങ്ങളെയും സന്ദേശങ്ങളെയും തിരയുന്നതിനായി ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സെറ്റി എന്ന കമ്മിറ്റിയാണ് ഈ പുതിയ പെരുമാറ്റച്ചട്ടം രൂപീകരിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ അക്കാദമി ഓഫ് ആസ്ട്രോനോട്ടിക്സിൻ്റെ കീഴിലുള്ള സെറ്റി കമ്മിറ്റിയുടെ ചെയർമാനും ജോർഡൽ ബാങ്ക് സെൻറ്റർ ഫോർ ആസ്ട്രോഫിസിക്സിൻ്റെ ഡയറക്ടറുമായ പ്രൊഫസർ മൈക്കൽ ഗാരറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. മുൻപ് 2010 ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മാർഗരേഖ ശാസ്ത്രജ്ഞർ പുറത്തുവിട്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 15.5 വർഷത്തിനിടയിൽ ആഗോളതലത്തിലുണ്ടായ സാങ്കേതിക മുന്നേറ്റങ്ങളും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും കണക്കിലെടുത്താണ് ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ അടിയന്തരമായി പുതുക്കുവാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചിരിക്കുന്നത്. ശാസ്ത്രജ്ഞർ ഒരു അന്യഗ്രഹ സന്ദേശം കണ്ടെത്തിയാൽ ഉടൻ തന്നെ അത് വിളിച്ചു പറഞ്ഞ് ലോകമെമ്പാടും അനാവശ്യമായ പരിഭ്രാന്തിയും തെറ്റായ വിവരങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഈ പുതിയ മാർഗരേഖയുടെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും ശാസ്ത്രീയമായ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് മുൻപ് തന്നെ വലിയ കണ്ടെത്തലുകൾ എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നത് പതിവാണ്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അന്യഗ്രഹങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഏതൊരു സിഗ്നലും അതീവ ജാഗ്രതയോടെയും കൃത്യതയോടെയും ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണം. ശാസ്ത്രലോകത്തെ മറ്റ് വിദഗ്ധർ കൂടി ഈ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പൊതുസമൂഹത്തിലേക്ക് വിവരങ്ങൾ കൈമാറാൻ പാടുള്ളൂ. കൂടാതെ ഇതിനായി ഉപയോഗിച്ച എല്ലാ ശാസ്ത്രീയ വിവരങ്ങളും ഡാറ്റയും പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനായി സുതാര്യമായി ലഭ്യമാക്കണമെന്നും ഈ പുതിയ പ്രോട്ടോക്കോളിൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ സോഷ്യൽ മീഡിയയിലുണ്ടായ വൻ വളർച്ച ഇത്തരം നിർണായക വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള ഒരു തരംഗം ലഭിച്ചുവെന്ന ചെറിയൊരു സൂചന പോലും സോഷ്യൽ മീഡിയയിലൂടെ നിമിഷങ്ങൾക്കകം കാട്ടുതീ പോലെ പടരുകയും അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഭീതിക്കും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും വഴിമാറുകയും ചെയ്യും. സർക്കാരുകൾ പല കാര്യങ്ങളും ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയാണെന്ന തെറ്റായ ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശാസ്ത്രജ്ഞർ പൂർണ്ണമായ സുതാര്യത പുലർത്തണമെന്നും പ്രൊഫസർ മൈക്കൽ ഗാരറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഒളിച്ചുകളികളില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ അത് കൃത്യമായ ശാസ്ത്രീയ അടിത്തറയോടെയും ജാഗ്രതയോടെയും ആയിരിക്കണം. ലോകത്തെ പ്രമുഖ ഒബ്സർവേറ്ററുകളെല്ലാം ഒരുമിച്ച് ഒരു സിഗ്നലിനെ കുറിച്ച് പഠിക്കുമ്പോൾ വിവരങ്ങൾ രഹസ്യമായി വയ്ക്കുക അസാധ്യമാണെന്നും അതിനാൽ തുടക്കം മുതൽ ജനങ്ങളെ ഈ സാഹസികമായ ശാസ്ത്രയാത്രയുടെ ഭാഗമാക്കുകയാണ് വേണ്ടതെന്നുമാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ക്രിസ് ലിൻഡോട്ട് വ്യക്തമാക്കുന്നത്. ചരിത്രത്തിൽ മുൻപും ഇത്തരം തരംഗങ്ങൾ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട്. 1965 CTA 102 സംഭവം ഇതിൻ്റെ ഉദാഹരണമാണ്. അന്ന് ലഭിച്ച ഒരു സിഗ്നൽ അന്യഗ്രഹ ജീവികളിൽ നിന്നുള്ളതാണ് എന്ന തരത്തിൽ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചത് ലോകമെമ്പാടും വലിയ വാർത്താ കോലാഹലങ്ങൾക്ക് കാരണമായിരുന്നു. സമീപകാലത്ത് ലോകത്തെ ഉലച്ച കോവിഡ് മഹാമാരിയുടെ സമയത്തും കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ കൃത്യമായൊരു ചട്ടക്കൂട് ഇല്ലാതിരുന്നത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. ഇത്തരം അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ മാർഗരേഖയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. കേവലം സിഗ്നലുകളുടെ വിശ്വസത ഉറപ്പാക്കുക എന്നതിനും അപ്പുറം ഇത്തരമൊരു വൻ കണ്ടെത്തൽ നടത്തുന്ന ശാസ്ത്രജ്ഞരുടെ വ്യക്തിപരമായ സുരക്ഷയും ഈ പ്രോട്ടോക്കോളിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ എവിടെയാണ് ജീവിക്കുന്നതെന്നോ ജോലി ചെയ്യുന്നതെന്നോ കണ്ടെത്തുന്നത് വളരെ എളുപ്പമായതിനാൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഗവേഷകർക്കുണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിപരമായ സമ്മർദ്ദങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുവാൻ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണമെന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. പ്രപഞ്ചത്തിൽ ഒരിടത്തു നിന്നും ലഭിക്കുന്ന സിഗ്നലുകളെ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ കാണണം എന്ന് ആ സിഗ്നലുകൾ എത്ര അകലിൽ നിന്നാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിന് തൊട്ട് വെളിയിൽ നിന്നാണ് അത്തരമൊരു സിഗ്നൽ വരുന്നതെങ്കിൽ അത് ഭൂമിക്ക് വലിയൊരു ഭീഷണിയോ അല്ലെങ്കിൽ ആശങ്കയോ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കാം. എന്നാൽ ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് അതെങ്കിൽ അത് സാങ്കേതികമായി വളരെയധികം പുരോഗതി പ്രാപിച്ചതും ദീർഘകാലം നിലനിന്നതുമായ ഒരു പുരാതന സംസ്കാരത്തിൻ്റെ തെളിവായിരിക്കാം. ഏതായാലും കൃത്യമായ ശാസ്ത്രീയ ബോധ്യത്തോടെയും ഉത്തരവാദിത്തോടെയും മാത്രമേ പ്രപഞ്ച രഹസ്യങ്ങൾ ലോകത്തോട് പങ്കുവയ്ക്കാവൂ എന്ന ശാസ്ത്രലോകത്തിൻ്റെ ആഗ്രഹമാണ് ഈ പുതിയ പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടത്തിലൂടെ വ്യക്തമാകുന്നത്. ഇത് ഗവേഷണങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.